UDF സർക്കാരിന്റെ തിരക്കിട്ട നീക്കം. അഴിമതി ആരോപണങ്ങളിൽ മുങ്ങി നിൽക്കുന്ന മന്ത്രിമാർ. ഈ സ്ഥിതിവിശേഷം നിലനിൽക്കെ വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോയിലെ ടോപ്പ് സീക്രട്ട് വിഭാഗത്തെ എന്തിന് വിവരാവകാശ നിയമത്തിന്റെ പരിധിയിൽ നിന്ന് ഒഴിവാക്കണം? ഈ വിഷയം പരിശോധിക്കുമ്പോൾ അതിഥികളായി വിവരാവകാശ പ്രവർത്തകരായ പി രാജൻ, അതോടൊപ്പം ജോമോൻ പുത്തൻപുരയ്ക്കൽ, സാമൂഹ്യ പ്രവർത്തകയും എഴുത്തുകാരിയുമായ ഡോക്ടർ PS ശ്രീകല, KPCC മീഡിയ സെൽ അംഗം അഡ്വക്കേറ്റ് BRM ഷഫീർ, ഒപ്പം നിരീക്ഷകനായി പ്രവീൺ പരമേശ്വരും. വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോയുടെ ടോപ്പ് സീക്രട്ട് വിഭാഗത്തെ എന്തിന് വിവരാവകാശ നിയമപരിധിയിൽ നിന്ന് ഒഴിവാക്കണം? അഴിമതി പുറത്തറിയാതിരിക്കാൻ ആണോ സർക്കാരിന്റെ ഈ നിലപാട്? നിയമം അട്ടിമറിക്കാൻ സർക്കാരിനെ പ്രേരിപ്പിച്ച ഘടകമെന്ത്? മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കുമെതിരെയുള്ള അഴിമതി കേസുകളിലെ അന്വേഷണം, ആ വിവരങ്ങൾ ടോപ്പ് സീക്രട്ട് വിഭാഗത്തിലേക്ക് മാറ്റുന്നു. ഈ ടോപ്പ് സീക്രട്ട് വിഭാഗത്തിന്റെ ഒരു രേഖകളും വിവരങ്ങളും വിവരാവകാശ പ്രകാരം ഇനി ഒരാൾക്കും ലഭിക്കില്ല. എവിടെയാണ് ഈ നിയമത്തെ അട്ടിമറിക്കപ്പെടുന്നതിന്റെ രഹസ്യങ്ങൾ ഒളിച്ചിരിക്കുന്നത്? ജിതിൻ ചന്ദ്രന്റെ റിപ്പോർട്ടിലേക്ക് ആദ്യം. മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കുമെതിരെ ഒട്ടേറെ അഴിമതി കേസുകളിൽ അന്വേഷണമുണ്ടായിരിക്കെയാണ് അന്വേഷണ വിവരങ്ങൾ മൂടിവെക്കാനുള്ള സർക്കാർ ശ്രമം. ഇതിന്റെ ഭാഗമായി മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കുമെതിരെയുള്ള വിജിലൻസ് അന്വേഷണ വിവരങ്ങൾ ടോപ്പ് സീക്രട്ട് വിഭാഗത്തിലേക്ക് മാറ്റാൻ വിജിലൻസ് ഉത്തരവിറക്കി. 2016 ജനുവരി 18 ഇറങ്ങിയ ഈ ഉത്തരവിനു പുറകെ ജനുവരി 27 പൊതുഭരണ വകുപ്പ് ടോപ്പ് സീക്രട്ട് വിഭാഗത്തിൽപ്പെട്ട വിവരങ്ങൾക്ക് വിവരാവകാശ നിയമം ബാധകമായിരിക്കില്ലെന്നും വിജ്ഞാപനമിറക്കി. തുടർന്ന് വിജ്ഞാപനം നടപ്പിലാക്കിക്കൊണ്ട് ഫെബ്രുവരി 9 വിജിലൻസിന്റെ പുതിയ ഉത്തരവും പുറത്തിറങ്ങി. ടോപ്പ് സീക്രട്ട് വിഭാഗത്തെ വിവരാവകാശ നിയമത്തിന്റെ പരിധിയിൽ നിന്നും ഒഴിവാക്കിയതായും അതിനാൽ വിവരാവകാശ പ്രകാരമുള്ള അപേക്ഷകളിൽ രഹസ്യ സ്വഭാവമുള്ള ഒരന്വേഷണത്തിന്റെയും വിവരമോ രേഖാപകർപ്പുകളോ ഇനി മുതൽ നൽകേണ്ടതില്ല എന്നും ഉത്തരവിൽ പറയുന്നു. മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കുമെതിരെയുള്ള അന്വേഷണ വിവരങ്ങൾക്കു പുറമെ മുൻ മുഖ്യമന്ത്രിമാർ, മുൻ മന്ത്രിമാർ, MLA-മാർ, MP-മാർ, IAS ഉദ്യോഗസ്ഥർ എന്നിവർക്കെതിരെയുള്ള അന്വേഷണ വിവരങ്ങളും ടോപ്പ് സീക്രട്ട് വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതിലൂടെ അധികാരമൊഴിഞ്ഞാലും അഴിമതി സംബന്ധിച്ച വിവരങ്ങൾ പുറത്തുവരുന്നത് തടയാനാണ് സർക്കാർ നീക്കം. പാർലമെന്റിന് മാത്രമേ വിവരാവകാശ നിയമത്തിൽ ഭേദഗതി വരുത്താനാകൂ എന്നിരിക്കെയാണ് നിയമം അട്ടിമറിക്കാൻ സർക്കാർ ശ്രമിക്കുന്നത്. ഈ ഉത്തരവുകൾ മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും അഴിമതി സംബന്ധിച്ച വിവരങ്ങൾ മൂടിവെക്കാനാണെന്നത് വ്യക്തം. തിരുവനന്തപുരത്ത് നിന്നും ജിതിൻ ചന്ദ്രൻ. എന്തിന് ഒരു സർക്കാർ ഇത്തരത്തിൽ പ്രവർത്തിക്കണം? അതിൻ്റെ ഈ ഉത്തരവ് പുറത്തിറങ്ങുന്നതിനിടയിലുണ്ടായ നാടകങ്ങൾ, അതിലേക്ക് വരുന്നതിന് മുമ്പ് ജോമോൻ പുത്തൻപുരയ്ക്കലിലേക്ക്. ജോമോൻ, വിവരാവകാശ നിയമം അത് 2005 എത്ര നാൾ നേടിയ, താങ്കളെപ്പോലെയുള്ളവർ ഇന്ത്യയിൽ ആകമാനം നടത്തിയ പോരാട്ടത്തിന്റെ ഫലമാണ് പാർലമെന്റ് ആ നിയമമായി കൊണ്ടുവരുന്നത് 2005. അതിനൊരു അന്തസത്തയുണ്ടെങ്കിൽ ഇന്ന് ജിതിൻ ചന്ദ്രന്റെ റിപ്പോർട്ട് താങ്കൾ കേട്ട് കാണും. ഇങ്ങനൊരു അവകാശം അല്ലെങ്കിൽ നിയമസാധുത അല്ലെങ്കിൽ ഒരു സർക്കാരിന്, തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിന് ഇത്തരത്തിലൊരു നടപടി ചെയ്യാൻ എത്രമാത്രം സാധിക്കും നിലവിലെ സ്ഥിതി? അല്ലെ, സർക്കാരിന് സ്വന്തം വകുപ്പ്, ഇപ്പോൾ വിജിലൻസ് തന്നെ ഇത് ഞങ്ങൾ സീക്രട്ടാണെന്ന് പറഞ്ഞൊരു ഉത്തരവിറക്കാൻ അധികാരമില്ല. ഗവർണർ തന്നെ, കേരള ഗവർണർ തന്നെ അഴിമതി കേസുകൾ, വിജിലൻസ് കേസുകൾ വിവരാവകാശത്തിൻ്റെ പരിധിയിൽ വരില്ല എന്ന് ഓർഡർ ഇറക്കുകയാണ്. അത് നിലനിൽക്കുകയാണ്. അത് ക്യാൻസൽ ചെയ്തിട്ടില്ല. 2, ഇത് ഇപ്പം വിജിലൻസിൻ്റെ ഇന്നത്തെ ഈ ഉത്തരവ് കാണുമ്പോൾ, ഡയറക്ടറുടെ ഉത്തരവ് കാണുമ്പോൾ എനിക്ക് വിചിത്രമായി ഈ കൈരളി TV റിപ്പോർട്ട് കാണുമ്പോൾ തോന്നുകയാണ്, 2 ആഴ്ച മുമ്പ് കരുണൻ എന്ന് പറയുന്ന തമിഴ്നാട് ഹൈക്കോടതി ജഡ്ജി അദ്ദേഹത്തിൻ്റെ സ്വന്തം ട്രാൻസ്ഫർ വേറെ സ്റ്റേറ്റിലേക്ക് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഇട്ടപ്പോൾ അത് തടഞ്ഞുകൊണ്ട് സ്വന്തം ട്രാൻസ്ഫർ സ്റ്റേ ചെയ്യുകയും സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ പീഡനക്കേസ് പ്രതിയാക്കും എന്ന് പറയുകയും ചെയ്ത പോലെ അതിനേക്കാൾ വിചിത്രമാണ് ഇപ്പോൾ വിജിലൻസ് അവർ സ്വയം ഞങ്ങളിതിൻ്റെ സീക്രട്ട് സെഷനിൽ രാജ്യത്തെ, ഇപ്പം വിവരാവകാശ നിയമപ്രകാരം രാജ്യത്തെ ഏറ്റവും തന്ത്രപ്രധാനപ്പെട്ട രാജ്യ സുരക്ഷത്തെ ബാധിക്കുന്ന പ്രതിരോധ വകുപ്പിലെ രാജ്യത്തിൻ്റെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നതിന് തന്ത്രപ്രധാനപ്പെട്ട രഹസ്യങ്ങൾ ഒഴിച്ചാൽ ഒന്നും ഈ വിവരാവകാശ നിയമത്തിൻ്റെ പരിധിയിൽ വരുന്നതല്ല. എല്ലാം കാര്യമില്ല. അതെല്ലാം രാഷ്ട്രപതിയുടെ ഓഫീസും വിവരാവകാശ നിയമത്തിൻ്റെ പരിധി, പ്രധാനമന്ത്രി ഓഫീസ് വരും, ഈ രാജ്യത്തെ എല്ലാ ഓഫീസുകളും ഇതിൻ്റെ പരിധി വരും. ചീഫ് ജസ്റ്റിസിൻ്റെ ഓഫീസും വരും. ചീഫ് ജസ്റ്റിസ്, സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിൻ്റെ ഇതിൻ്റെ പരിധി വരില്ല എന്ന് സുപ്രീം കോടതി രജിസ്ട്രാർ ജനറൽ പറഞ്ഞപ്പോൾ ഡൽഹി ഹൈക്കോടതിയാണ് ചീഫ് ജസ്റ്റിസ് അത് തള്ളിക്കൊണ്ട് അപ്പീൽ കൊടുത്തപ്പോൾ തള്ളിക്കൊണ്ട് ശരിവെക്കുകയും സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് രജിസ്ട്രാർ ജനറലൊക്കെ അപ്പീലിന് പോകാൻ നാണക്കേട് കൊണ്ട് അത് പിൻവലിക്കുകയും ചെയ്തു. 5-6 വർഷം മുമ്പാണ്. അതായത് രാജ്യത്തിന്റെ പരമോന്നത നീതിപീഠം പോലും നടക്കാത്ത. പിന്നെയാണോ ഒരു വിജിലൻസ് ഡയറക്ടർ ഒരു വെറും ഓലപ്പാമ്പാണ്? ഓലപ്പാമ്പ് കാട്ടുന്നത് ആർക്കു വേണ്ടി? പി രാജനിലേക്ക്, മുതിർന്ന മാധ്യമ പ്രവർത്തകനും വിവരാവകാശ പ്രവർത്തകനും. ശ്രീ പി രാജൻ, ജോമോൻ പുത്തൻപുരയ്ക്കൽ പറയുന്നു
അധികാര പരിധി, എന്തിനും ഒരു അധികാരം വേണമല്ലോ, ഒരു അധികാരവുമില്ലാതെ സർക്കാർ ഇങ്ങനൊരു തീരുമാനമെടുക്കുമ്പോൾ എനിക്ക് ഓർമ്മയുണ്ട്, താങ്കൾ അടക്കമുള്ളവർ ഈ ലോക്പാലിന് വേണ്ടിയും അതോടൊപ്പം തന്നെ വിവരാവകാശ നിയമത്തിന്റെ ഏറ്റവും ഉന്നതമായ ഗതിവിഗതികളിൽ ആ നിയമം അടിയുറയ്ക്കണം എന്ന് ശക്തമായി വാദിച്ചുകൊണ്ടുള്ള നിരവധി പത്രസമ്മേളനങ്ങൾ. ഇന്ന് ഈ ഉത്തരവ് പുറത്തു വരുമ്പോൾ പീപ്പിൾ ടി വി ഈ വാർത്ത കൈകാര്യം ചെയ്യുമ്പോൾ താങ്കൾ അടക്കമുള്ളവരുടെ പോരാട്ടം എവിടെയാണ് പി രാജൻ? എന്തിനൊരു സർക്കാർ ഇത്തരത്തിൽ ഒരു ഉത്തരവിലൂടെ ആ വലിയ നിയമത്തെ അട്ടിമറിക്കണം? ഒന്നാമത് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ടിലെ സെക്ഷൻ 8-ൽ പറഞ്ഞ ഒഴികഴിവുള്ള കാര്യങ്ങളല്ലാതെ ഒന്നും തടഞ്ഞു വെക്കാൻ ഒരു സംസ്ഥാന സർക്കാരിന് അധികാരമില്ല. പക്ഷെ അന്വേഷണത്തിലിരിക്കുന്ന ഒരു കേസ് കൊടുക്കണമോ വേണ്ടയോ എന്നുള്ളത് ഒരു തർക്ക വിഷയമാണ്. അന്വേഷണത്തിലിരിക്കുന്ന കേസ് ചോദിച്ച് വാങ്ങിച്ചിട്ടുണ്ട് ഞാൻ, ചില അഴിമതി കേസുകൾ ബന്ധപ്പെട്ട കാര്യങ്ങൾ. അത് ക്രിമിനൽ സ്വഭാവമുള്ള അന്വേഷണ കേസ്, അന്വേഷണത്തെ തടസ്സപ്പെടുത്താൻ ഇടയുള്ളത് കാരണമാണെങ്കിൽ അവർക്ക് തടഞ്ഞു വെക്കണം, പക്ഷെ വ്യക്തമായ കാരണം പറയണം. ഇപ്പോൾ ഉരല് വിഴുങ്ങുകയാണെങ്കിലും വിരലോണ്ട് മറയ്ക്കണം എന്നുള്ള ഒരു ചൊല്ല് പോലും മറന്നുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൻ്റെ പടിവാതിക്കലിൽ വെച്ച് പല ആനുകൂല്യങ്ങളും സ്വകാര്യ വ്യക്തികൾക്ക് കൊടുത്തുകൊണ്ടുള്ള ഉത്തരവ് വരുന്ന ഈ ഘട്ടത്തിൽ സർക്കാർ എന്ത് ഉദ്ദേശത്തോട് ഇത് ചെയ്തതാണെങ്കിലും അങ്ങേയറ്റം അധിക്ഷേപാർഹമാണ്. അവർ സ്വയം അധിക്ഷേപം വിളിച്ചു വരുത്തുന്നതാണ്. എന്നു മാത്രമല്ല, ഇപ്പോൾ നിയമവിരുദ്ധമാണെന്ന് സെക്രട്ടറി എഴുതി എന്നങ്ങ് കൂടി പറയുന്നുണ്ട്. നിയമവിരുദ്ധമായ വിധത്തിൽ ഒരാനുകൂല്യം കൊടുക്കുകയാണെങ്കിൽ അത് അഴിമതി നിയമത്തിൻ്റെ പരിധിയിൽ വരുന്നതാണ്. അതായത് ഏതെങ്കിലും സ്വകാര്യ വ്യക്തിക്ക് നിയമവിരുദ്ധമായ ഒരു പ്രവർത്തനത്തിലൂടെ ഏതെങ്കിലും അധികാരി സ്വകാര്യ ലാഭം ഉണ്ടാക്കുന്ന ഉത്തരവിടുകയാണെങ്കിൽ അത് അഴിമതി നിരോധന നിയമം 13(1)D വകുപ്പ് അനുസരിച്ച് കുറ്റകരമാണ്. ആരാണ് അത് ഉത്തരവിട്ടുണ്ടെങ്കിൽ ആ സെക്രട്ടറിക്ക് അല്ലെങ്കിൽ അതിൻ്റെ ഉത്തരവാദിയായ ആൾ അതിന് തീർച്ചയായും മറുപടി പറയേണ്ടി വരും. അഴിമതി നിരോധന നിയമപ്രകാരം കേസ് കൊടുക്കാവുന്നതാണ്, ഏതെങ്കിലും പൊതുപ്രവർത്തനം ചെയ്യാവുന്ന കാര്യമാണ്. ഞാൻ താങ്കളിലേക്ക് വരാം ശ്രീ പി രാജൻ. മറ്റ് അതിഥികളിലേക്ക് എത്തുന്നതിന് മുമ്പ് കോൺഗ്രസ് നേതാവ് കെ രാമചന്ദ്രൻ മാസ്റ്റർ കൂടി. ശ്രീ കെ രാമചന്ദ്രൻ മാസ്റ്റർ, ഈ ചർച്ചയിൽ പങ്കെടുത്ത വിവരാവകാശ പ്രവർത്തകരായ ജോമോൻ പുത്തൻപുരയ്ക്കലും മുതിർന്ന മാധ്യമപ്രവർത്തകനായ പി രാജനും പറയുന്നു ഒരു അധികാരവുമില്ല. ആ നിയമം തന്നെ പറയുന്നു ഇത് പാടില്ല, അങ്ങനൊരു ഉത്തരവ് പാടില്ല. അങ്ങനൊരു സ്ഥിതി നിൽക്കെ ഈ സർക്കാർ, ഉമ്മൻചാണ്ടി സർക്കാർ, അങ്ങനെ തന്നെ ഞാൻ പറയട്ടെ, താങ്കൾ പ്രതിദാനം ചെയ്യുന്നൊരു രാഷ്ട്രീയ ധാരയാണല്ലോ അത്, എന്തിന് ഇല്ലാത്ത നിയമം മറികടന്നുകൊണ്ട് ഇത്തരം സ്ഥിതിവിശേഷത്തിലേക്ക് എടുത്തു ചാടണം ഒരു സർക്കാർ? കെ രാമചന്ദ്രൻ മാസ്റ്റർ. മുഖ്യമന്ത്രിയും ആഭ്യന്തര വകുപ്പ് മന്ത്രിയും അറിഞ്ഞിട്ടാണോ ഈ ഉത്തരവ് ഇറക്കിയത് എന്ന് എനിക്കറിയില്ല. ഏതായാലും മുഖ്യമന്ത്രി ഉടനെ ഇടപെട്ട് ഈ ഓർഡർ ക്യാൻസൽ ചെയ്യണം. കാരണം ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങൾ ഈ പുറത്ത് പറയണ്ട എന്ന ഒരു ഉത്തരവ്, ആ ഉത്തരവ് സ്വാഭാവികമായും ജനങ്ങൾക്കിടയിൽ സംശയമുണ്ടാക്കുന്നതാണ്. അതുകൊണ്ട് അത് മുഖ്യമന്ത്രി ഇടപെട്ട് ഉടനെ ക്യാൻസൽ ചെയ്യണം. പിന്നെ വേറെ ഒരു കാര്യം കൂടി പറയാനുണ്ട്. എന്തിനാ അഴിമതി ചെയ്തിട്ടില്ലാത്ത ഉദ്യോഗസ്ഥന്മാരും മന്ത്രിമാരും ഭയപ്പെടുന്നത്? ഞാൻ 2 തവണ മന്ത്രിയായ ആളാണ്. എന്നെ ആ ഉത്തരവിന്റെ പരിരക്ഷയിൽ നിന്ന് ഒഴിവാക്കണം എന്നാണ് എനിക്ക് വിനീതമായ അപേക്ഷ. കാരണം ആ രണ്ട് തവണ മന്ത്രിയായ ആളാണ്. അതുകൊണ്ട് എന്നെ സംബന്ധിച്ചുള്ള എന്തെങ്കിലും വിവരങ്ങൾ, എന്ത് വിവരമായാലും ശരി, അത് കൊടുക്കുന്നതിന് എനിക്ക് തടസ്സമില്ല എന്നും കൂടി ഈ ഗവൺമെന്റിനെ അറിയിക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ്. യെസ്, ദയവായി താങ്കൾ അല്പസമയം കൂടി ഈ ചർച്ചയിൽ ഞങ്ങളോടൊപ്പം തുടരുക. രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് വിവരാവകാശ നിയമം, അതാണ് നാം ചർച്ച ചെയ്യുന്നത്. അതിനുവേണ്ടി വാദിക്കുന്നവർ, ശക്തമായി വാദിക്കുന്നവരൊക്കെ ഈ പാനലിലുണ്ട്. താങ്കൾ തുടരുക. ഡോക്ടർ പി എസ് ശ്രീകല, 2 പ്രധാനപ്പെട്ട വ്യക്തികൾ പറയുന്നു നിയമം പോലും ഇല്ലാത്ത ഒരിടത്ത് കെ രാമചന്ദ്രൻ മാസ്റ്റർ ആവശ്യമായി മുന്നോട്ട് വയ്ക്കുന്നു മുഖ്യമന്ത്രി അടിയന്തരമായി ഇടപെടണം. അപ്പോഴും അദ്ദേഹം ചോദിക്കുന്നു മുഖ്യമന്ത്രി ഇടപെട്ടിട്ടുണ്ടോ, ആഭ്യന്തരമന്ത്രി അറിഞ്ഞിട്ടുണ്ടോ? എനിക്ക് അക്കാര്യം അറിയില്ല. അത് അറിയേണ്ട കാര്യമുണ്ടോ എന്ന് നമുക്ക് പിന്നീട് വരാം. പക്ഷേ കെ രാമചന്ദ്രൻ മാസ്റ്ററും പറയുന്നു ഇത് ചെയ്യാൻ പാടില്ലാത്തതാണ്. പാടില്ലാത്ത ഒരു കാര്യം ചെയ്യാൻ ഈ സർക്കാരിനെ പ്രേരിപ്പിക്കുന്ന ഘടകം എന്തൊരു സാമൂഹ്യ നിരീക്ഷകയാണ് താങ്കൾ?
നേരത്തെ ശ്രീ ജോമോൻ പുത്തൻപുരയ്ക്കൽ പറഞ്ഞതുപോലെ അത്യന്തം വിചിത്രമാണിത്. ഇന്നാണ് ഇതിനെപ്പറ്റിയുള്ള വിവരം എനിക്ക് തോന്നുന്നത് ഇന്ത്യയിലെ പൗരർ എന്നുള്ള നിലയിൽ എല്ലാവരും അറിയുന്നത് ഇന്നാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇല്ലെങ്കിൽ നേരത്തെ തന്നെ സാമാന്യബോധമുള്ള ആരും ചോദ്യം ചെയ്യുന്ന ഒരു വിജ്ഞാപനമാണിത്. ഞാനൊരു നിയമജ്ഞയല്ല, ആധികാരികമായി അതിനെക്കുറിച്ച് പറയാൻ ആളുമല്ല. പക്ഷേ ഇന്ത്യയിലെ ഒരു പൗര എന്നുള്ള നിലയിൽ പൗര അവകാശത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ നിയമത്തെ ഞാൻ കാണുന്നത്. അതുകൊണ്ടാണ് ഫ്രീഡം ഓഫ് ഇൻഫർമേഷൻ എന്ന 2002 നിയമത്തിൻ്റെ സ്ഥാനത്താണ് ഇത് റൈറ്റ് ടു ഇൻഫർമേഷൻ, അത് അവകാശമായിട്ടാണ് വന്നിരിക്കുന്നത്. ആ നിയമത്തെ പാടെ അട്ടിമറിക്കുകയാണ്. ആ ഉത്തരവിൽ എന്താ പറയുന്നത്? ആ വിവരാവകാശ നിയമത്തിലെ 24-ാം വിഭാഗത്തിൻ്റെ 4-ാം ഉപവിഭാഗം അനുസരിച്ചാണ് ഈ രീതിയിൽ ടോപ്പ് സീക്രട്ട് ആയിട്ടുള്ള വിവരങ്ങൾ പുറത്തുവിടാൻ പാടില്ല എന്ന് പറയുന്നത്. ആ പിന്നെ 24-ാം വിഭാഗമോ 4-ാം ഉപവിഭാഗമോ പരിശോധിച്ച് നോക്കിയാൽ ആർക്കും ബോധ്യപ്പെടും ഇത്തരം വിവരങ്ങൾ കൊടുക്കുക എന്നുള്ളതാണ്, പരസ്യപ്പെടുത്തുക എന്നുള്ളതാണ് വാസ്തവത്തിൽ വിജിലൻസ് ആൻഡ് ആൻറ്റി കറപ്ഷൻ ബ്യൂറോ ചെയ്യേണ്ടത്. കാരണം അവിടെ വ്യക്തമായി പറയുന്നു ഇൻ്റലിജൻസ് ആൻഡ് സെക്യൂരിറ്റി ഓർഗനൈസേഷൻസിനെ സംബന്ധിക്കുന്ന വിവരങ്ങൾ മാത്രമാണ് പുറത്തുവിടാൻ പാടില്ലാത്തത്. അതും നേരത്തെ ശ്രീ ജോമോൻ പുത്തൻപുരയ്ക്കൽ പറഞ്ഞതുപോലെ രാജ്യസുരക്ഷയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് വളരെ പ്രധാനമാണല്ലോ. പക്ഷേ അവിടെ പ്രത്യേകമായി എടുത്തു പറയുന്നു പ്രൊവൈഡഡ് ദാറ്റ് all informations pertaining to the allegation of corruption and human right violation shall not be excluded under this subsection എന്നാണ് പറയുന്നത്. അപ്പോൾ അതനുസരിച്ച് അലിഗേഷൻ ആണ്, ആരോപണം, കറപ്ഷന്, അഴിമതിയുമായി ബന്ധപ്പെട്ടതോ മനുഷ്യാവകാശ ലംഘനവുമായി ബന്ധപ്പെട്ടതോ ആയ ആരോപണങ്ങൾ പോലും ഈ സബ്സെക്ഷൻ അനുസരിച്ച് പുറത്തുവിടാൻ പാടില്ലാത്തതല്ലാതാകുന്നില്ല എന്ന് പറഞ്ഞാൽ പുറത്തുവിടണമെന്നാണ്. സെൻട്രൽ ഇൻഫർമേഷൻ കമ്മീഷൻ്റെയോ സ്റ്റേറ്റ് ഇൻഫർമേഷൻ കമ്മീഷൻ്റെയോ അനുമതിയോടെ 45 ദിവസത്തിനുള്ളിൽ ഇത്തരം വിവരങ്ങൾ ആവശ്യപ്പെടുന്ന ആളിന് ലഭ്യമാക്കണം എന്ന് പറയുന്ന വകുപ്പിനെ കോട്ട് ചെയ്തുകൊണ്ടാണ്, ഉദ്ധരിച്ചുകൊണ്ടാണ് ഇത്തരത്തിലൊരു വിചിത്രമായിട്ടുള്ള ഉത്തരവ് പുറത്തിറക്കിയിരിക്കുന്നത്. അങ്ങേയറ്റം ജനാധിപത്യത്തെ തന്നെ അട്ടിമറിക്കലാണ്. നിയമത്തെ മാത്രമല്ല, ജനങ്ങളുടെ അവകാശമാണ്, ജനങ്ങളാണ് ജനങ്ങളുടെ ഭാഗധേയം നിർണ്ണയിക്കുന്നത്. അതാണ് ജനാധിപത്യം. പബ്ലിക് അതോറിറ്റി എന്ന് പറയുന്നിടത്ത് വിഹരിക്കുന്നവർ മുഖ്യമന്ത്രി ആയാലും മന്ത്രിമാരായാലും പ്രാഥമികമായി അവർ പൊതുപ്രവർത്തകരാണ്. ആ പൊതുപ്രവർത്തകർക്ക് എന്ത് ടോപ്പ് സീക്രട്ടാ ഉള്ളത്? അവർക്ക് എന്താ മറച്ചു വെക്കാനുള്ളത്? അവർ സുതാര്യമായിരിക്കണ്ടേ? ആ ചോദ്യം വളരെ വ്യക്തമാക്കുമ്പോൾ അഡ്വക്കേറ്റ് ബി ആർ എം ഷഫീറിലേക്ക് വരുന്നതിന് മുമ്പ് ആ ചോദ്യങ്ങൾ ബി ആർ എം ഷഫീർ ശ്രദ്ധിച്ചു മറുപടി പറയേണ്ടതാണല്ലോ ഇത്തരം കാര്യങ്ങളിൽ. പ്രവീൺ പരമേശ്വരിലേക്ക്. പ്രവീൺ, ഡോക്ടർ ശ്രീകല സൂചിപ്പിച്ചത് ഏറ്റവും നിർണായകമായ കാര്യമാണ്. കാരണം വിവരങ്ങൾ അനുസരിച്ച് പറയുമ്പോൾ അതിൽ സ്പെസിഫൈഡ് ആണ്. അതായത് അഴിമതി ആരോപണങ്ങളുടെയും മനുഷ്യാവകാശങ്ങളെയും സംബന്ധിച്ച വിവരങ്ങൾ നേരത്തെ ഈ ഉത്തരവിൽ കോട്ട് ചെയ്യുന്ന ആ വകുപ്പ് പ്രകാരം ഒഴിവാക്കുന്നതിന് വ്യവസ്ഥയില്ല. എല്ലാവർക്കും അക്സെപ്റ്റഡ് പ്രിൻസിപ്പിൾ. ഒരുപക്ഷെ അതിൻ്റെ കാതലായ ഭാഗം എന്ന് പറയുന്നത് ഇതായിരിക്കും. ഇന്നത്തെ രാഷ്ട്രീയ സംവിധാനത്തിൽ അത് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. അഴിമതി ആരോപണങ്ങളെയും മനുഷ്യാവകാശങ്ങളെയും സംബന്ധിച്ച വിവരങ്ങൾ ഈ ഉപവകുപ്പ് പ്രകാരം ഒഴിവാക്കണ്ട എന്ന് ആ വകുപ്പ് തന്നെ പറയുമ്പോൾ ഈ നിലവിലെ സംവിധാനത്തിൽ ഇവർ പറയുന്നു എന്താണ് വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോയുടെ നിലവിലെ സ്ഥിതി? എന്തു കേസുകളാണ് അവിടെ നടക്കുന്നത്? മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും MLA-മാരെയും ഒക്കെ ഒഴിവാക്കുമ്പോൾ നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഈ ഒഴിവാക്കലിന് ഒരു രാഷ്ട്രീയമുണ്ടോ? എങ്ങനെ താങ്കൾ കാണും? എനിക്ക് തോന്നുന്നു പ്രതിഭ, ഈ ഒരു സാഹചര്യത്തിൽ പറയാൻ കഴിയുന്ന ഏറ്റവും നല്ലൊരു കാര്യം ഈ പ്രേമം എന്നൊരു സിനിമ ഇടയ്ക്ക് ഇറങ്ങുകയുണ്ടായി. അതിലുള്ള ഒരു ഡയലോഗാണ്. അതായത് ഉമ്മൻചാണ്ടി ഒരു മരണമാസ പൊളിറ്റീഷ്യനാണ്, യാതൊരു സംശയവുമില്ല. തൻ്റെ കൂടെ നിൽക്കുന്ന 1/2 ഡസനോളം, ഏതാണ്ട് പകുതിയോളം മന്ത്രിമാർക്കെതിരെ ആരോപണങ്ങൾ വരുന്നു. അതിൽ അന്വേഷിക്കില്ല എന്നുള്ള കടുത്ത തീരുമാനത്തിൽ വഴുതി നിൽക്കുന്നു. തനിക്കെതിരെ ആരോപണം വരുന്നു, അതും അന്വേഷിക്കുന്നില്ല എന്നുള്ള താല്പര്യത്തിൽ വീണ്ടും വഴുതി നിൽക്കുന്നു. മാധ്യമങ്ങളും പ്രതിപക്ഷവും പൊതുസമൂഹം മൊത്തത്തിലും എതിർപ്പിലേക്ക് വരുമെന്ന് കണ്ടപ്പോഴത്തേക്കും ഞങ്ങൾ അന്വേഷിക്കാൻ പോകുന്നു, എങ്കിലും ഞങ്ങളെല്ലാവരും നിരപരാധികളാണ് എന്ന വാക്കുകൊണ്ട് പോലീസിനെയും വിജിലൻസിനെയും ഒക്കെ തന്നെ ഒരു പിൻ പോയിന്റിൽ നിർത്തിക്കൊണ്ട് അന്വേഷണം നടത്തുന്നു. അതിനുശേഷം എന്ത് ചെയ്യുന്നു? ഇത്തരത്തിലുള്ള അന്വേഷണത്തിൻ്റെയോ ഇനി ഉണ്ടാകാൻ പോകുന്ന അന്വേഷണത്തിൻ്റെയോ ഒരു രേഖകളും ജനങ്ങൾ അറിയാൻ പാടില്ല എന്നുള്ള രീതിയിൽ സീൽ ചെയ്യുന്നു. പ്രതിഭ, പുള്ളി വേറെ ലെവലിൽ നിൽക്കുന്ന ഒരു മനുഷ്യരാണ്. അതായത് എനിക്ക് തോന്നുന്നു ഇപ്പം നമ്മുടെ വസുന്ധര രാജ, ശിവരാജ് സിംഗ് ചൗഹാൻ, വിജയ് മല്യ, പിന്നെ നമ്മുടെ ജയിലിൽ കിടക്കുന്ന പുള്ളിയുണ്ടല്ലോ സുബ്രതോ റോയ്, ഇവരൊക്കെ സത്യം പറഞ്ഞാൽ പുള്ളിയുടെ വീടിൻ്റെ ഫ്രണ്ടിൽ ഒരു ചെറിയൊരു കുട്ടി ബെഞ്ചൊക്കെ ഇട്ട് കുട്ടി നിക്കറൊക്കെ ഇട്ട് വന്ന് നിന്നിട്ട് എങ്ങനെ കറപ്റ്റ് ചെയ്യാം, എങ്ങനെ ഹൗ ടു ഡു കറപ്ഷൻ, ഹൗ ടു ഹൈഡ് ഇറ്റ്,
How to escape. ഹൗ ടു എസ്കേപ്പ് ഫ്രം ഇറ്റ് എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യുകയാണ് ആദ്യം ചെയ്യേണ്ടതെന്നുള്ളതാണ് എനിക്ക് തോന്നുന്ന ഒരു കാര്യം ഒന്ന് ആലോചിച്ച് നോക്കി. ഇതൊരു രാജഭരണമൊന്നും അല്ലല്ലോ, ഇതൊരു ജനാധിപത്യപരമായിട്ടുള്ള ഒരു സംസ്ഥാനത്തല്ലേ നമ്മൾ നിൽക്കുന്നത്. അവിടെ നിൽക്കുന്ന ഈ പറയുന്ന മന്ത്രിമാരും MLA മാരും, ഇപ്പം ഉമ്മൻചാണ്ടി മാത്രമല്ല, ഇനി അടുത്ത് മറ്റൊരു മുഖ്യമന്ത്രി വന്നാൽ അവരും, ആ മുഖ്യമന്ത്രിയും മന്ത്രിമാരും MLA മാരും MP മാരും ഒക്കെ ആരാ? ഇവരൊക്കെ പൊട്ടിമുളച്ച് വന്ന ആൾക്കാരാ? ഓട് പൊളിച്ച് വന്ന ആൾക്കാരല്ലല്ലോ. നമ്മളെപ്പോലെ ഞാനോ അല്ലെങ്കിൽ ഷഫീറോ അല്ലെങ്കിൽ പ്രദീപിനെയോ ഒക്കെ പോലെയുള്ള ആൾക്കാർ വോട്ട് ചെയ്ത് ജയിപ്പിച്ച ആൾക്കാരല്ലേ ഇവരെല്ലാവരും. ഇവർക്കെതിരെ ഒരു അഴിമതി ആരോപണമോ എന്താരോപണമോ വരുന്നു, വിജിലൻസിൻ്റെ അന്വേഷണം നടക്കുന്നു. 2 തരത്തിലുള്ള രേഖകൾ വരാം. ഒന്നെന്താണ്, ഇവർക്ക് യാതൊരു കുഴപ്പവുമില്ല, ഇവർ കുറ്റവിമുക്തരാണ് എന്നുള്ള ഒരു രേഖ വരാം. രണ്ടാമത്തെ രേഖ എന്തായിരിക്കാം? ഇവർ കുറ്റക്കാരാണ് എന്നുള്ള രേഖയായിരിക്കാം. ഇതിൽ ആദ്യത്തെ രേഖ പുറത്തു വരുന്നതിൽ ഇവർക്ക് ആർക്കും കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പോൾ ഇവർക്ക് കുഴപ്പമുള്ളത് എന്താ? രണ്ടാമത്തെ രേഖ പുറത്തു വരുന്നതിലല്ലേ. നമ്മൾ തന്നെ തിരഞ്ഞെടുത്തു വിടുന്ന ജനപ്രതിനിധികൾ കുഴപ്പക്കാരാണ് എന്നുള്ള ഒരു രേഖ നമ്മൾ അറിഞ്ഞാൽ എന്താ കുഴപ്പം? ഈ നാട്ടിൽ എന്താ ഇതിന് ഇത്ര ടോപ്പ് സീക്രട്ട്? എനിക്ക് മനസ്സിലാവുന്നില്ല എന്താ ഇതിന് ഇത്ര ടോപ്പ് സീക്രട്ട് എന്ന്. ഇവിടെ പ്രദീപ് ആദ്യം ചോദിച്ചൊരു ചോദ്യത്തിലെ ഉത്തരം ഇപ്പോൾ ആലോചിച്ചപ്പോഴാണ് എനിക്ക് പിടികിട്ടത്. വളരെ സീരിയസ്. അതായത് ഇപ്പം ഇങ്ങനൊരു വിജ്ഞാപനം ഇറക്കിയത് സംസ്ഥാന ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറായിട്ട് 3 വർഷക്കാലമായി വിജിലൻസ് ഡയറക്ടറായിരുന്ന വിൻസൻ പോളിനെയാണ് നിയമിച്ചിരിക്കുന്നത്, ശുപാർശ ചെയ്തിരിക്കുന്നത്. അത് ഹൈക്കോടതി സ്റ്റേ ചെയ്തിരിക്കുകയാണ്. നാളെ ഞാൻ ഉൾപ്പെടുന്ന 3 പേര് ഹർജി കൊടുത്തിട്ടുണ്ട്. അത് മുഹമ്മദ് മുസ്താഖിൻ്റെ കോടതിയിലുണ്ട്. അപ്പം ആ ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറായിട്ട് വെച്ചിരിക്കുന്ന ആൾ ഈ വിജിലൻസിൻ്റെ ഈ നടപടിയെ ചോദ്യം ചെയ്ത് വിവരാവകാശ പ്രവർത്തകർ വിവരം നിഷേധിക്കുമ്പോൾ അപ്പീൽ പോകുമ്പോൾ അത് ശരിവെച്ച് കിട്ടും എന്നുള്ളത് കൊണ്ടാണ് വിജിലൻസ് ഡയറക്ടർ ശങ്കർ റെഡ്ഡി ഇങ്ങനെ ഒരു ഓർഡർ ഇറക്കിയത്. വളരെ കൃത്യമാണ്. അതിന് ഈ കഴിഞ്ഞ ഫെബ്രുവരി 25-ാം തീയതി പ്രതിപക്ഷ നേതാവും മുഖ്യമന്ത്രിയും മന്ത്രി കുഞ്ഞാലിക്കുട്ടിയും കൂടിയ സെലക്ഷൻ കമ്മിറ്റി ശുപാർശ ചെയ്ത് ഗവർണർക്ക് അയച്ച അന്ന് തന്നെ വിജിലൻസ് ആസ്ഥാനത്ത് ലഡു വിതരണം നടത്തി. അവിടുന്ന് തന്നെ എന്നെ 1-2 പേര് വിളിച്ചു പറഞ്ഞു, ഇനി നമ്മൾ വിജിലൻസിൻ്റെ കേസൊക്കെ ഇനിയൊന്നും പേടിക്കേണ്ട, അതെല്ലാം നിരസിച്ചോളൂ എന്ന് ഇത് പറഞ്ഞ് എന്നെ വിളിച്ചപ്പോഴാണ് ഞാനിവിടെ ഹർജിയുമായിട്ട് ഹൈക്കോടതി പോകേണ്ടത്. അതും ഈ ഉത്തരവും കൂടെ ചേർത്ത് വയ്ക്കുകയും വേണം. വളരെ ഈ രാജ്യത്തെ നിയമം. അപ്പം അതിലെ ഏറ്റവും പ്രധാന വിഷയം, ഒരു ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറായിട്ടുള്ള ഒരു വ്യക്തി സമൂഹത്തിൽ ഏറ്റവും ക്ലീൻ ഇമേജ് ഉള്ള ആളായിരിക്കണമെന്ന് സുപ്രീം കോടതി 2013 സെപ്റ്റംബർ 3 പറഞ്ഞിട്ടുണ്ട്. ആ വിധി നിലനിൽക്കെ വിൻസൻ പോളിനെ ഈ രാജ്യത്തെ ഒരുപാട് കോടതികൾ രൂക്ഷമായി വിമർശിച്ചിട്ടുള്ള ആളാണ്. ബാർക്കോഴ കേസ്, സർവാന കേസുകളും പറയണ്ട, എസ് കത്തി, മുരിങ്ങൂർ ധ്യാന കേന്ദ്രം, വെക്കേണ്ട കാര്യമില്ല. അഡ്വക്കേറ്റ് BRM ഷഫീർ, ഇങ്ങനെ തസ്തികയിൽ വെക്കേണ്ട കാര്യമില്ല. നിങ്ങൾ ലഡ്ഡു വിതരണം നടത്തുന്നു. ഇപ്പോൾ ഡോക്ടർ PS ശ്രീകല പറയുന്നതനുസരിച്ച് സെക്ഷൻ തന്നെ വിവരാവകാശ നിയമത്തിന്റെ റൈറ്റ് ഓഫ് ഇൻഫർമേഷൻ ആക്ടിന്റെ വകുപ്പ് തന്നെ പറയുന്നു. ഇതൊക്കെ അട്ടിമറിച്ച് KK രാമേന്ദ്രൻ മാസ്റ്റർ വിമർശിക്കുമ്പോൾ എന്ത് സർക്കാരാണ്, എന്ത് പൊതുജനത്തെ സേവിക്കലാണ് അഡ്വക്കേറ്റ് BRM ഷഫീർ? ആദ്യം തന്നെ ഞാൻ പറയട്ടെ, ഈ 4-5 പേർ പറഞ്ഞതിന് മറുപടി പറയാനുള്ള സമയം എനിക്ക് അനുവദിക്കണം. ഒന്ന്, ഇപ്പോൾ ഈ ചർച്ചയിലുടനീളം ബഹുമാനപ്പെട്ട വ്യക്തികളാണ് പങ്കെടുക്കുന്നത്. ഒന്നുകിൽ അവർ ഈ നിയമത്തെക്കുറിച്ച് അജ്ഞരാവണം, അതല്ലെങ്കിൽ നിയമത്തെ ഇൻ്റർപ്രറ്റ് ചെയ്ത കാര്യത്തിൽ മറച്ചുവെക്കലുകൾ ഉണ്ടാവണം. ഞാൻ ബഹുമാനപ്പെട്ട രാജൻ സാർ പറഞ്ഞ ഒരു കാര്യം ഞാൻ ഒന്നുകൂടി പോയിൻ്റ് ഔട്ട് ചെയ്ത് പറയാൻ ആഗ്രഹിക്കുക. ഒന്ന്, രാജൻ സാർ അതിനകത്ത് കുറച്ച് സത്യം പറഞ്ഞു. ഈ നിയമം ഒരു കേന്ദ്ര നിയമമാണ്. ഇതിൻ്റെ കരളായ ഭാഗങ്ങളിൽ, അതിൻ്റെ പ്രിയാമ്പിളുകളിൽ എന്തെങ്കിലും മാറ്റം വരുത്താൻ ഒരു സംസ്ഥാന സർക്കാരിനും കഴിയില്ല. അതുകൊണ്ട് തന്നെ നിയമത്തിൻ്റെ ഏതെങ്കിലും സെക്ഷനുകളിൽ കൂട്ടിച്ചേർക്കൽ വരുത്തണമെങ്കിലോ ഭേദഗതി വരുത്തണമെങ്കിലോ സംസ്ഥാന സർക്കാരിനോ ഒരു മുഖ്യമന്ത്രിക്കോ ക്യാബിനറ്റിനോ കഴിയും എന്ന തരത്തിൽ ചർച്ച പോകുന്നത് തന്നെ ഈ നിയമത്തെ അപഹസിക്കലാണ്. ഇതൊരു കേന്ദ്ര നിയമമാണ്. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പോൾ ഇനി രാജൻ സാർ പറഞ്ഞതുപോലെ ഈ സെക്ഷൻ 8 ഒന്ന് എടുത്ത് നോക്കണം. അല്ല, 8 ഉത്തരവാണ് ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് ഈ സെക്ഷൻ 8 എന്താണെന്നറിയോ? അല്ല, സെക്ഷൻ 8 പറഞ്ഞുതരാം. അല്ല, എനിക്ക് ആ കാര്യങ്ങൾ അറിയണ്ട. ഞാനത് തെറ്റിദ്ധരിപ്പിക്കാൻ പാടില്ല. ഞാൻ പറയട്ടെ. എന്റെ ചോദ്യം ഇതാണ്. ഈ 18/1/2016 വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോ ഓഫീസ് ഓർഡർ 2/2016 ഒരു ഉത്തരവിറക്കുന്നു. എന്താണ് ആ ഉത്തരവ് പറയുന്നത്? നേരത്തെ പറഞ്ഞ കാര്യങ്ങളാണ്. അതിൽ നിന്ന് ഈ ദിവസങ്ങൾ ശ്രദ്ധിക്കൂ. 18/1/2016 വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോ ഒരു ഉത്തരവിറക്കുന്നു. ടോപ്പ് സീക്രട്ട് എന്തൊക്കെ വരും? 27 ജനുവരി 2016 എത്ര ദിവസത്തിന്റെ മാറ്റമാണ്?
18/1/2016 വിജിലൻസ് ഉത്തരവിറക്കുന്നു. 27 ജനുവരി 2016 ഗവൺമെന്റ് നോട്ടിഫിക്കേഷൻ വരുന്നു. അതിനുശേഷം അത് സർക്കുലേറ്റ് ചെയ്യുന്നു. 9/2/2016 മൊത്തമായി ഇതൊന്നും ഞാൻ നിഷേധിക്കുന്നില്ലല്ലോ. പിന്നെ ഒന്ന് ഈ സർക്കുലർ ഇറങ്ങിയ കാര്യമോ അതിനുശേഷം പൊതു ഭരണവകുപ്പ് സർക്കുലർ ഇറക്കിയ കാര്യമൊന്നും ഞാൻ നിഷേധിക്കുന്നില്ല. പക്ഷേ എന്തുകൊണ്ടാണ് വിജിലൻസിന്റെ റിപ്പോർട്ടുകളെ ടോപ്പ് സീക്രട്ടിലേക്ക് മാറ്റിയതാണല്ലോ നിയമപ്രശ്നം. ഞാൻ ഒരു കാര്യം പറയാം. ഒന്ന്, ഗുഡ് ഫെയ്ത്തോട് കൂടി വിവരാവകാശ നിയമപ്രകാരം ഒരു ഓർഡർ ഇറക്കി കഴിഞ്ഞാൽ അതിനെ ചലഞ്ച് ചെയ്യാൻ സാധാരണ കോടതിക്ക് കഴിയില്ല. റിട്ട് അധികാരമുള്ള ഹൈക്കോടതിക്കോ സുപ്രീം കോടതിക്കോ മാത്രമേ ഇതിനെ ചലഞ്ച് ചെയ്യാനുള്ള അധികാരമുള്ളൂ. ഇവിടുത്തെ പ്രശ്നം ഇത്രയേ ഉള്ളൂ. സെക്ഷൻ 8 കൃത്യമായി പറയുന്നുണ്ട്, ഏതെങ്കിലും ഒരു കേസിന്റെ വിചാരണ, അറസ്റ്റ്, അന്വേഷണ പ്രക്രിയ, എന്താണ് വിചാരണ, അറസ്റ്റ്, അന്വേഷണ പ്രക്രിയ എന്നിവയെ ഏതെങ്കിലും തരത്തിൽ സ്വാധീനിക്കത്തക്ക തരത്തിലുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അത് സെക്ഷൻ 8ന്റെ 5 ക്ലോസ് നിയമത്തിന്റെ സെക്ഷൻ ചർച്ച ചെയ്യുകയല്ല. വിവരാവകാശ നിയമത്തിന്റെ 1 മുതൽ 2 സെക്ഷൻ ചർച്ച ചെയ്യുകയല്ല. എന്റെ ചോദ്യം ഇതാണ്, എന്തിനാണ് ഇത്തരത്തിലൊരു ഉത്തരവ് ഇറക്കണം? അഴിമതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മന്ത്രിമാരുടെ അടക്കം അല്ല, ആ തർക്കത്തിലേക്ക് ഏതെങ്കിലും പ്രസക്തി ഉണ്ടോ? BRM സെക്ഷൻ 8ന്റെ പ്രസക്തി ഉണ്ടോ എന്ന് ജോൺ പുത്തപ്പരക്കൽ നിയമം ഉദ്ധരിച്ച് പറയട്ടെ. ഇപ്പം മിസ്ലീഡ് ചെയ്ത ഒരു കാര്യം പറയാം. ഞാൻ മിസ്ലീഡ് ചെയ്തല്ല. അല്ലല്ല, ഒരു ഞാൻ നിയമം പറഞ്ഞതാ. ഇപ്പൊ ഞാനൊന്ന് ക്ലിയർ ചെയ്യാം. ഒരു വിവരാവകാശ നിയമപ്രകാരം പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് അപേക്ഷ കൊടുത്താൽ 30 ദിവസത്തിനുള്ളിൽ മറുപടി. അതിനായി അപ്പീൽ കൊടുത്തു. ഞാൻ സെക്ഷൻ 8ന്റെ കാര്യമാണ് പറഞ്ഞത്. ഹൈക്കോടതിയിൽ സുപ്രീം കോടതി അധികാരമുള്ള എന്ന് പറഞ്ഞത് തെറ്റാണ്. സെക്ഷൻ 8ന്റെ കാര്യം പറയും ജോമോനെ. ഇല്ല, പറഞ്ഞുതരാം. ജോമോൻ സെക്ഷൻ 8ന്റെ പരിധിയിൽ ഇങ്ങനെ പറയുന്നുണ്ടോ ഇല്ലെന്ന് പറയും. എന്നെ കൊണ്ട് പറയും. മിസ്ലീഡ് ചെയ്ത കാര്യം ഇപ്പം ഞാൻ മിസ്ലീഡ് ചെയ്തല്ല, ഉള്ള കാര്യം പറയുമ്പോൾ സമ്മതിക്കില്ല. ഹൈക്കോടതിക്കും സുപ്രീം കോടതിക്കും അധികാരമുള്ളതെന്ന് പറയുന്നത് തെറ്റാണ്. അവരെക്കാൾ അധികാരം വിവരാവകാശ കമ്മീഷനാണ്. കമ്മീഷൻ മുമ്പാകെ അപ്പീൽ കൊടുക്കുമ്പോൾ 4 പേര് രാഷ്ട്രീയവുമായി ഒരു ബന്ധവും പാടില്ല എന്ന് പറഞ്ഞ സുപ്രീം കോടതി വിധിക്ക് വിരുദ്ധമായി കോൺഗ്രസിന്റെ പറയട്ടെ, വിജിലൻസ് വിവരാവകാശ കമ്മീഷനെ ഈ ഉത്തരവിറക്കിയവരെ സംരക്ഷിക്കാൻ വേണ്ടി തന്നെ കൊണ്ടുവച്ചിട്ടുണ്ട്. അവരിപ്പം ഭാഗ്യത്തിന് ഹൈക്കോടതി ഗവർണറും ഇതേ ഗവർണറും അന്ന് സുപ്രീം കോടതി വിധി അടിയന്തരമായ ഇടവേള പോകേണ്ടതുണ്ട്. ഏറ്റവും പ്രസക്തമായ ചോദ്യം വരുന്നത് വിവരാവകാശ നിയമത്തിന്റെ പരിധിയിൽ നിന്ന് എന്തുകൊണ്ട് വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോയുടെ ടോപ്പ് സീക്രട്ട് വിഭാഗത്തെ ഒഴിവാക്കണം? ആ ടോപ്പ് സീക്രട്ട് വിഭാഗത്തിൽ ഇന്ന് നിലനിൽക്കുന്ന രാഷ്ട്രീയ കാര്യങ്ങളുടെ പ്രസക്തി എന്തിനാണ്? ആ രാഷ്ട്രീയ കാര്യങ്ങളുടെ പ്രസക്തിയിലേക്ക് എത്താം.